ഇതങ്ങനെ 7-ാം മാസത്തിൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോവാണ്. ഞാനാണ് തനിച്ചാണ് പോണത്. അമ്മയുടെ കാലിന് വയ്യാത്തതുകൊണ്ട് അമ്മയില്ല. ജാനിന് ക്ലാസ് ഉള്ളതുകൊണ്ട് ജാനില്ല. അപ്പൊ പിന്നെ ആരെയും നോക്കാനില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ വണ്ടി എടുത്ത് പോയി. ഞാൻ പിന്നെ ഇവരെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട. അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുള്ളവരാണ് അവരുണ്ട്. ഒരാൾക്ക് വയ്യാത്തതും ഒരാൾക്ക് പ്ലസ് വണ്ണിന്റെ ക്ലാസ് ഉള്ളത് കൊണ്ട് മിസ്സാക്കി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അവനെയും കൊണ്ടുപോയില്ല. അങ്ങനെ തനിച്ചു പോയി. പക്ഷെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് സ്വതവേ എന്നൊരു ടയർഡ്നെസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ് പിന്നെ ആരുമില്ല സംസാരിക്കാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ മൂഡ് സ്വിങ്സ് വരിക, മൈൻഡ് ആകെ കയ്യിൽ നിന്ന് പോവാണ്. എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ചില നേരത്ത് ചിരി വരും, ചില നേരത്ത് കരച്ചിൽ വരും, ചില നേരത്ത് ദേഷ്യം വരും. ദേഷ്യം കൂടുതലും ജാനിനോടാണ് ഞാൻ തീർത്ത് അവസാനിപ്പിക്കുന്നത്. കാരണം എനിക്ക് അവനോട് പറയാം. അവനോട് ദേഷ്യപ്പെട്ടാൽ അവനറിയാം. കുറച്ച് കഴിയുമ്പോൾ അവൻ നോർമലാവും. അങ്ങനെ അവനും എന്റെ പോലെയാണ്. അങ്ങനെ മറന്നു കളയുന്ന ഒരു പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് ആ ധൈര്യത്തില് ഞാൻ അവനെ ചീത്ത പറഞ്ഞ് എന്റെ ദേഷ്യം അവസാനിപ്പിക്കാറുണ്ട്. അങ്ങനെ ഡോക്ടറെ കാണാൻ വന്നു. അപ്പൊ അവിടെ എല്ലാ കാറുകളുടെ ഇടയിൽ വെച്ച് പാർക്ക് ചെയ്യണമായിരുന്നു. എനിക്കാണെങ്കിൽ പാർക്കിംഗ് നല്ല പേടിയാണ്. കാരണം ഏതെങ്കിലും ഒരു വണ്ടി തട്ടിയാലോ എന്നുള്ള പേടി. അങ്ങനെ അവര് പറഞ്ഞതനുസരിച്ച് അതുപോലെ തന്നെ പുറകിലോട്ട് ഇറക്കിയിട്ട് അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ വെള്ളം കുടിച്ചാൽ നമുക്ക് തോന്നും, അയ്യോ നടക്കാൻ വയ്യല്ലോ, ഭാരം എടുക്കണല്ലോ, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ ഫയലൊക്കെ എടുത്ത് വെള്ളം ഞാൻ വാട്ടർ ബോട്ടിൽ അവിടെ വെച്ചു. കാരണം ഇന്ന് TT ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇഞ്ചക്ഷനും കൂടി എടുക്കണം. അപ്പൊ പിന്നെ ബോട്ടിലിടിച്ച് കൈ വരുമ്പോ വേദനിച്ചാലോ വെച്ചിട്ട് അത് എടുത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് നടക്കുകയാണ്. ഹോസ്പിറ്റലിൽ വന്ന് റിസപ്ഷനിൽ കയറി. നടന്നിട്ട് നീങ്ങണില്ല ശരിക്കും. ചൂടടിക്കണ പോലെ തോന്നുക. ചൂടടിക്കുമ്പോ ഭയങ്കരമായിട്ട് തളരുക. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണം. ഇവിടം വരെ വണ്ടി പാർക്ക് ചെയ്ത പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ വെച്ചിട്ടാണ് ഈ നടന്നു വരേണ്ടി വരുന്നത്. കൂടെ ആരും ഇല്ലാത്തതുകൊണ്ടേ. അങ്ങനെ കയറി ഞാൻ ടോക്കണൊക്കെ എടുത്ത് കയറി അങ്ങനെ ഡോക്ടറെ കാണാൻ പോവാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ. ഫസ്റ്റ് ഫ്ലോർ എത്തിയപ്പോൾ ഇറങ്ങി. ഫസ്റ്റ് ഫ്ലോർ എത്തിയപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ ഫസ്റ്റ് ഫ്ലോറിലല്ല, സെക്കൻഡിലാണ്. അങ്ങനെ അപ്പം തന്നെ തിരിച്ചു കയറി. അവിടുന്ന് പിന്നെ സെക്കൻഡിലേക്ക് പോയി. സെക്കൻഡിൽ പോയി ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് അപ്പം തന്നെ കാണാൻ പറ്റി. വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻകൂട്ടി. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ TTക്ക് എഴുതി. ചെക്കപ്പ് ഇനിയിപ്പോൾ ഡിസംബർ 14-ാം തീയതിക്ക് ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 4-മത്തെ ആയതുകൊണ്ടും പിന്നെ സ്കാനിങ് മറ്റേ സിസേറിയൻ തന്നെ ചെയ്യാമെന്നാണ് ഇവരുടെ ഒരു ഇത്. അതായത് അതാണ് അവര് സജസ്റ്റ് ചെയ്യണത്. അപ്പൊ എന്താവും അറിയില്ല. അപ്പൊ അത് 14-ാം തീയതിയാണ് ഡേറ്റ് തീരുമാനിക്കണത്. അത് കഴിഞ്ഞു തിരിച്ചു വന്നു. TT എടുക്കണമെങ്കിൽ മെഡിസിൻ വാങ്ങിക്കണമല്ലോ. അപ്പൊ താഴത്തുനിന്ന് തന്നെ എന്തായാലും എനിക്ക് കഴിക്കാനുള്ള മെഡിസിൻ വാങ്ങണം. അപ്പൊ കഴിക്കാനുള്ള മെഡിസിനും വാങ്ങിച്ചു. അതിന്റെ ഒപ്പം തന്നെ TTയുടെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന്റെ ഇടയിൽ പിന്നെ ഞാൻ അവിടെ ഒരു ജാനിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മിസ്സിനെ കണ്ടു. അവരെ സംസാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഇഞ്ചക്ഷന്റെ മരുന്നും കൊണ്ട് പോവാണ് അതിന്റെ മുറിയിലേക്ക്. നല്ല പേടിയുണ്ട്. കാരണം എനിക്ക് ഇഞ്ചക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഡ് വന്നു കൈമെന്ന്. അപ്പൊ അങ്ങനെ ഒരു വേദന ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതിനും വേദനയായിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് പോയത്. പക്ഷെ ഇപ്രാവശ്യം എടുത്തത് എനിക്ക് അത്ര വേദനിച്ചില്ല. നമുക്ക് സഹിക്കാവുന്ന വേദന ഉണ്ടായുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ഇങ്ങനെ നമ്മൾ കരയുന്ന പോലെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഡിസിൻ അവിടെ കൊടുത്തു. എന്നിട്ട് അവിടെ പോയിരുന്നു. അപ്പൊ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല, ഞാൻ തനിച്ചാണ്, ചെയ്തോളൂ. അപ്പൊ ചെയ്യാനായിട്ട് അവിടെ റെഡി ആയി അവിടെ ഇരുന്നു. അപ്പൊ എൻ്റെ ഒപ്പം തന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ കയ്യിലാണല്ലോ ഇഞ്ചക്ഷൻ ചെയ്യണത്. അപ്പൊ കൈ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കൈ കാണിച്ചു കൊടുത്തു. അവര് വന്ന് ഇഞ്ചക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന വേദന ആലോചിക്കണില്ല. എനിക്ക് ആ കുത്തിയ കഴിഞ്ഞ പ്രാവശ്യത്തെ വേദന മാത്രമാണ് മനസ്സിൽ കിടക്കണതേ. നല്ല ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഇതാ കുത്തുന്നു. അയ്യോ, ഇപ്പൊ തന്നെ കാണുമ്പോ പേടിയാവുന്നു. അങ്ങനെ ഇഞ്ചക്ഷനും വാങ്ങിച്ച് അപ്പൊ വലിയ കുഴപ്പമില്ല. മരുന്ന് കയറുമ്പോ ഉള്ള ഒരു വേദന അത് പിന്നെ സഹിക്കാൻ പറ്റുന്ന വേദനകളൊക്കെ സഹിക്കും ഞാൻ. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവിടുന്ന് പിന്നെ പുറത്തോട്ട് പോരുകയാണ്. പുറത്തോട്ട് പോരുമ്പോ തൊട്ട് കുറച്ചായിട്ട് വേദന വരുന്നുണ്ട്. കൈ അനങ്ങുമ്പോ വേദന വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വരണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. കാരണം കൈ അനക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടായി. വേദനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മള് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. നമുക്കൊരു ഇതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വരുന്ന വഴിയിൽ ഞാൻ ഇളനീര് കണ്ടു. അപ്പൊ അത് കുടിക്കാം. ഞാൻ ഒന്ന് ക്ഷീണിച്ചിട്ട് ഒന്ന് വയ്യാതെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് ഒരു ഇളനീരൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോരാനുള്ള വഴിയിലാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടല്ലോ.
അപ്പൊ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാന്ന് ചോദിച്ചപ്പോ എല്ലാവർക്കും ഒരുപോലെ വാങ്ങാനുള്ള സാധനങ്ങൾ കുറവാണ്. അപ്പൊ പിന്നെ അവിടെയുള്ള എന്താണ് ചിക്കൻ നെഗ്ലറ്റ്സ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അങ്ങനെ ഷെയർ ചെയ്ത് വാങ്ങിച്ചത്. അതിൽ നിന്ന് അവർക്ക് 3 ആൾക്കുള്ളതും പിന്നെ എനിക്കിത് ചിക്കൻ്റെ വാങ്ങിച്ചു. ചിക്കൻ ഡോണറ്റ് അങ്ങനെ പറഞ്ഞൊന്ന് വാങ്ങിച്ചു. പിന്നെ സ്വീറ്റ്സ് എന്തോന്ന് 2 വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഡിസംബർ 14 ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട്. എങ്കിലും അതൊക്കെ ഞാൻ ഓവർകം ചെയ്യുമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്.